2013 ജൂലൈ 8 ഹോങ്കോങ്ങിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന വെൻവേപ്പോ എന്ന പത്രത്തിൻ്റെ അന്നത്തെ എഡിഷനിലെ ഒരു വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. ചൈനീസ് സർക്കാരുമായി അടുത്ത ബന്ധമുള്ള ഈ പത്രത്തിൽ വന്ന ഒരു ലേഖനമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. അത് വെറുമൊരു വാർത്തയായിരുന്നില്ല. അടുത്ത 50 വർഷത്തേക്ക് തങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ചൈന നടത്താൻ പോകുന്ന വിപുലമായ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ തുറന്നെഴുത്തായിരുന്നു. ചൈന പദ്ധതിയിടുന്ന 6 യുദ്ധങ്ങൾ എന്നായിരുന്നു ഇതിൻ്റെ തലക്കെട്ട്. തായ്വാൻ മുതൽ ഇന്ത്യ വരെ, ജപ്പാൻ മുതൽ റഷ്യ വരെ, ഏഷ്യയുടെ 4 ദിക്കിലേക്ക് നീളുന്ന രക്തരൂക്ഷിതമായ 6 യുദ്ധങ്ങൾ. 2026 ഫെബ്രുവരി 12 തായ്വാൻ പ്രസിഡന്റ് ലാങ് ചിങ്തെ ചൈനയുടെ ഈ ഗൂഢനീക്കത്തെപ്പറ്റി ലോകത്തിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയതോടെ മേൽപ്പറഞ്ഞ വിഷയം രണ്ടാമതും മാധ്യമ ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ്. ഇത് വെറുമൊരു സാങ്കല്പിക ഭാവനയാണോ, അതോ ബീജിംഗിലെ അടച്ചിട്ട വാർ റൂമുകളിൽ തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാനോ? ആഗോള സൈനിക തന്ത്രജ്ഞരുടെ ഇടയിൽ ഈ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ചൈന നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ഭാവി യുദ്ധങ്ങളെപ്പറ്റിയാണ്. വരൂ നമുക്ക് നോക്കാം. ആദ്യത്തെ യുദ്ധം, അത് ചൈനയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. തായ്വാൻ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണിലെ കരട്. 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടമാണ് ഇതിനായി അവർ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ആ രേഖകൾ പറയുന്നു. തായ്വാനെ സമാധാനപരമായി ചൈനയോട് ചേർക്കുക, അല്ലെങ്കിൽ ഒരു ബലപ്രയോഗത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുക. ലോകം ഇന്ന് കാണുന്ന ഈ സംഘർഷങ്ങൾ യാദൃശ്ചികമല്ല. ഹോങ്കോങ്ങിനെ വരുതിയിലാക്കിയ ശേഷം ഡ്രാഗൺ അടുത്തതായി ലക്ഷ്യമിടുന്നത് തായ്വാനെയാണ്. അമേരിക്കയും ജപ്പാനും തായ്വാന് പിന്തുണ നൽകിയേക്കാം. എന്നാൽ ചൈനയുടെ കണക്കുകൂട്ടൽ വളരെ ലളിതമാണ്. ഒരു മിന്നലാക്രമണത്തിലൂടെ, അതായത് ലോകം പ്രതികരിക്കും മുൻപേ തന്നെ തായ്വാനെ വിഴുങ്ങുക. ഇത് സംഭവിച്ചാൽ ഏഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥ അഥവാ ബാലൻസ് ഓഫ് പവർ എന്ന സമവാക്യം എന്നേക്കുമായി മാറും. തായ്വാൻ പിടിച്ചടക്കിയാൽ ചൈനയ്ക്ക് ലഭിക്കുന്നത് വലിയ ഒരു ആത്മവിശ്വാസമാണ്. ആ ഊർജവുമായി അവർ നേരെ തിരിയുന്നത് ദക്ഷിണ ചൈന കടലിലേക്കാണ്. 2025 മുതൽ 2030 വരെ നീളുന്ന രണ്ടാം യുദ്ധം. ഇവിടെ ശത്രുക്കളൊന്നല്ല, വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ അവകാശമുന്നയിക്കുന്ന ദ്വീപുകൾ. എന്തിനാണ് ഈ കടൽ? ഉത്തരം എളുപ്പമാണ്. എണ്ണ, പ്രകൃതിവാതകം, പിന്നെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാത. ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കെ കടലിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് ചൈന അവിടെ സൈനിക താവളങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. ഈ യുദ്ധം തോക്കുകൾ കൊണ്ടായിരിക്കില്ല, മറിച്ച് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ആയിരിക്കും നടക്കുക. ഇന്ത്യ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത് ഈ ഭാഗമാണ്. മൂന്നാമത്തെ യുദ്ധം. ലക്ഷ്യം ഇന്ത്യയാണ്. ചൈന ദക്ഷിണ ടിബറ്റ് എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം അരുണാചൽ പ്രദേശ്. 2035, 2040 കാലഘട്ടമാണ് ഇതിനായി അവർ നീക്കിവെച്ചിരിക്കുന്നത്. 1962 യുദ്ധം ചൈനയ്ക്ക് നൽകിയ പാഠം അവർ മറന്നിട്ടില്ല. എന്നാൽ 2035 ചൈന ഒരിക്കലും 62 ചൈന ആയിരിക്കില്ല എന്ന് നാം ഓർക്കണം. ഇന്ത്യയുമായി നേരിട്ടുള്ള ഒരു യുദ്ധം ചൈനയ്ക്ക് എളുപ്പമാകില്ലെന്ന് ആ ലേഖനത്തിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ചൈനയുടെ തന്ത്രം മറ്റൊന്നാണ്. പാകിസ്ഥാനെ ഉപയോഗിച്ച് കാശ്മീരിൽ പ്രശ്നങ്ങളുണ്ടാക്കുക, അതിർത്തിയിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുക. അരുണാചൽ പ്രദേശിനെ പിടിച്ചെടുക്കാൻ ചൈന ആയുധമാക്കുന്നത് നദീജലത്തെ കൂടിയാണ്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിച്ച് ഇന്ത്യയെ വരൾച്ചയിലാക്കാനും അവർ മടിക്കില്ല. ഹിമാലയത്തിലെ മഞ്ഞ് ചുവക്കുന്നത് കാണാൻ ലോകം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഡ്രാഗൺ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയെ ഒതുക്കിയാൽ പിന്നെ ചൈനയുടെ നോട്ടം കിഴക്കോട്ടാണ്. ജപ്പാൻ. നാലാം യുദ്ധം 2040-45 കാലഘട്ടത്തിൽ സെൻകാക്കു ദ്വീപുകൾക്ക് വേണ്ടിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ഏൽപ്പിച്ച മുറിവുകൾക്ക് പകരം വീട്ടാൻ ചൈന കാത്തിരിക്കുകയാണ്. അതിനുശേഷം 2045-2050 കാലഘട്ടത്തിൽ ചൈന വടക്കോട്ടേക്ക് തിരിയുന്നു. മംഗോളിയ. പണ്ട് ചൈനീസ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മംഗോളിയയെ വീണ്ടും തങ്ങളുടെ ഭൂപടത്തിലേക്ക് ചേർക്കുക എന്നതാണ് അഞ്ചാമത്തെ ലക്ഷ്യം. ഏറ്റവും ഞെട്ടിക്കുന്ന നീക്കം അവസാനത്തേതാണ്. ഇന്ന് ചൈനയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് റഷ്യ. എന്നാൽ 2055 കാര്യങ്ങൾ മാറും. ആറാമത്തെ യുദ്ധം റഷ്യക്കെതിരെ. റഷ്യയുടെ കൈവശമുള്ള ഒരു കാലത്ത് ചൈനയുടേതായിരുന്ന വിശാലമായ സൈബീരിയൻ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുക. റഷ്യയുടെ ശക്തി ക്ഷയിക്കുമ്പോൾ ആ അവസരം മുതലെടുത്ത് പഴയ കണക്കുകൾ തീർക്കാൻ ചൈന മടിക്കില്ലെന്ന് ഈ രേഖകൾ പ്രവചിക്കുന്നു. ഭൗമരാഷ്ട്രീയത്തിൽ സുഹൃത്തുക്കൾ ആരുമില്ല, അവിടെ താൽപ്പര്യങ്ങൾ മാത്രം.
ഇതൊരു പ്രവചനമാണോ അതോ മുന്നറിയിപ്പാണോ എന്ന വസ്തുത നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലെ ആദ്യ യുദ്ധമായ തായ്വാൻ അധിനിവേശത്തിൻ്റെ സമയക്രമം നിലവിൽ അവസാനിച്ചു കഴിഞ്ഞു. എങ്കിലും ഈ ശ്രമം അവർ അവസാനിപ്പിച്ചിട്ടില്ല എന്നത് ഇപ്പോഴും തായ്വാൻ ദ്വീപിന് ചുറ്റും ബീജിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക അഭ്യാസങ്ങൾ തെളിയിക്കുന്നു. 6 യുദ്ധങ്ങൾ എന്ന ഈ പദ്ധതി ഔദ്യോഗികമായി ചൈന അംഗീകരിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്ത് നടക്കുന്ന ഓരോ ചലനവും ഈ ടൈം ലൈനിനോട് ചേർന്ന് നിൽക്കുന്നു എന്നത് ഭയപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ലോകം സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചൈന യുദ്ധത്തിനായി കോപ്പ് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യവും. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.